ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ഹൽവ ഉണ്ടാക്കി കാണിച്ചു തരാമേ. ഇത് കഞ്ഞിവെള്ളം കൊണ്ടുണ്ടാക്കിയ ഹൽവയാണ് കേട്ടോ. ശരിക്കും സത്യത്തിലിത് എൻ്റെ അമ്മ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ ഞങ്ങളുടെ കൊച്ചുനാളിലൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഹൽവയാണിത്. പണ്ട് കഞ്ഞിവെള്ളമൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു വീട്ടിൽ. അങ്ങനെ അമ്മ എപ്പോഴും ഹൽവയൊക്കെ ഉണ്ടാക്കി നമുക്ക് തരാറുണ്ട്. ആ രുചിയൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ട് അമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അതനുസരിച്ച് അത് നോക്കി പഠിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് റെസിപ്പിയിലേക്ക് കടക്കാമേ. കഞ്ഞിവെള്ളം ഹൽവ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കഞ്ഞിവെള്ളം തന്നെയാണ്. ചോറ് വാർത്തിട്ട് മാറ്റിയെടുത്ത കഞ്ഞിവെള്ളം. ഇത് ഞാനൊരു 2 മണിക്കൂർ തെളിയാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ. ഇതിന് മേളിലൊക്കെ തെളിഞ്ഞ പോർഷനെല്ലാം കളഞ്ഞിട്ട് നല്ല അടിയുള്ള കട്ടിയുള്ള പോർഷനാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് ആദ്യം ഇതൊന്ന് ഒരു പാനിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തിളപ്പിക്കണേ. നമുക്കത് ആദ്യം ഒന്ന് തിളപ്പിക്കാം. കഞ്ഞിവെള്ളം നല്ല മാറി ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 5-6 പീസ് ബീറ്റ്റൂട്ട് അരിഞ്ഞത് ചേർക്കണം. അത് കളർ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്, നാച്ചുറൽ കളറ്. വേറെ ഞാൻ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ കളർ കൂടി നല്ലതുമാതിരി ഒന്ന് ഇതിലേക്കൊന്ന് ഇറങ്ങി മിക്സ് ആവട്ടെ കേട്ടോ. ഇതേ നല്ലതുമാതിരി കളർ ഇളകി വന്നിട്ടുണ്ട്. നല്ല റെഡ് കളറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൽ നിന്ന് ആ ബീറ്റ്റൂട്ടിൻ്റെ പീസസൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ബീറ്റ്റൂട്ട് തിളപ്പിച്ചപ്പോൾ തന്നെ അത് ഒത്തിരി നമ്മുടെ കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഞാനിതിനകത്തിൽ ഒരു 2 കപ്പ് കഞ്ഞിവെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് മധുരം കൂടുതൽ ആവശ്യം വേണമെന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ഇട്ട് അരിയിപ്പിക്കാം കേട്ടോ. പഞ്ചസാര ഇടുമ്പോൾ അതേ കുറേ കൂടി ലൂസ് ആവുന്നുണ്ട്. ഇനി ഇതൊന്നുകൂടി ഒന്ന് തിളപ്പിക്കാം കേട്ടോ. തിളച്ച് വരുമ്പോഴത്തേക്കും ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു കട്ടോരിയിൽ എടുക്കുന്നുണ്ട്, ഒരു ബൗളിൽ എടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് ആദ്യം മാറ്റി വെച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ഊറ്റിയെടുത്ത് മേളിലത്തെ പോർഷൻ അത് ചേർത്തിട്ടൊന്ന് ഇതിനെ ഒന്ന് നല്ലതുമാതിരി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. പഞ്ചസാര നല്ലമാതിരി അലിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ആ കോൺഫ്ലോർ കലക്കി വെച്ചത് ഒന്ന് ചേർക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ കട്ടിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നല്ല ഒത്തിരി കട്ടിയായിട്ട് വരും. മാത്രമല്ല കഞ്ഞിവെള്ളം മാത്രം എടുക്കുമ്പോൾ ഒത്തിരി നേരം വേണം ഇത് ഒന്ന് വഴറ്റി എടുത്തിട്ട് ഹൽവയുടെ രൂപത്തിലാക്കാനേ. അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പത്തിൽ കോൺഫ്ലോർ അല്ലെങ്കിൽ അരിപ്പൊടി ആയാലും മതി, അരിപ്പൊടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുമാതിരി വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലതായി ഒന്ന് കുറുകട്ടെ. കൈയെടുക്കാണ്ട് അത് കുറുക്കിക്കൊണ്ടിരിക്കുക, അടി പിടിക്കരുത്. അത് ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും. കോൺഫ്ലോർ ഇട്ടപ്പോൾ നല്ലതുമാതിരി ഒന്ന് തിക്കായി. ഇനി നമുക്ക് അല്പം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യോ വെളിച്ചെണ്ണ ആണെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ 1 സ്പൂൺ ആഡ് ചെയ്യാം. നെയ്യൊന്ന് ആഡ് ചെയ്യണം കേട്ടോ. 2 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുമാതിരി ഹൽവയ്ക്ക് വരട്ടിന് നമുക്ക് നല്ലതുമാതിരി വരട്ടിയെടുക്കണേ. ഒരു 5 മിനിറ്റ് വേണ്ടി വരും. ഒത്തിരി സമയമൊന്നും വേണ്ട. ഇതിന് വളരെ എളുപ്പമാണ് കേട്ടോ. അത് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന കഞ്ഞിവെള്ളമൊക്കെ എടുത്തിരുന്നമാതിരിയൊക്കെ ഉണ്ടാക്കാൻ മതി. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. നമ്മളെ കൊച്ചുങ്ങൾക്കും വലിയവർക്കും തന്നെ വെറുതെ ഒന്നിരിക്കുമ്പോഴൊക്കെ കഴിക്കാൻ വലിയ ഇഷ്ടമാണത്. ശരിക്കും ഹൽവ മാതിരി തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് നെയ്യൊക്കെ ഇത് പുറത്തേക്ക് വരാൻ തുടങ്ങി കേട്ടോ. ഇതാൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് അതിലേക്ക് അല്പം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ച് ചേർക്കുന്നു, ഒരു 1/4 ടീസ്പൂൺ. ഇപ്പം അണ്ടിപ്പരിപ്പും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അതും കൂടി ചേർത്ത് നല്ല മാതിരി ഒന്ന് ഇളക്കുക കേട്ടോ.
എല്ലാം ഒന്ന് മിക്സാക്കാം. അപ്പോൾ അത് ശരിക്കും ഹൽവ മാതിരി നമ്മൾ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഹൽവ മാതിരി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇത് ശരിക്കും അതിൻ്റെ കറക്റ്റ് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിനൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമായാലും മതി, ഏതെങ്കിലും മതി. നമുക്ക് അതിനകത്തിലൊന്ന് അല്പം ഒന്ന് നെയ്യൊന്ന് തൂക്കി കൊടുക്കാമേ. ഞാൻ ഇതിലേക്ക് അല്പം അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് വയ്ക്കാം. നല്ലതുമാതിരി ഇതേ ശരിയായിട്ടുണ്ട്. നെയ്യ് ഉണ്ടോ നല്ലോണം അതിൻ്റെ ബാക്കി ഇളവ് വരുന്നുണ്ട് കേട്ടോ, കൂടി വരുന്നുണ്ട്. ഇനി നമുക്ക് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇതല്പം തണുത്തിട്ടുണ്ട്, തണുത്തിട്ട് വേണം അല്പം ഇതിലേക്കൊന്ന് മാറ്റാനേ. വേടിക്കാൻ മാതിരി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മേൽക്കൂടി വേണമെങ്കിൽ അല്പം കൂടി കാഷ്യൂ നട്ട് ചേർക്കാം. കാഷ്യൂ നട്ട്സോ അല്ലെങ്കിൽ ബദാമോ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, ഓൾറെഡി ഇതിനകത്തുണ്ട് കാഷ്യൂ നട്ട്സ്, എന്നാലും ഞാൻ വയ്ക്കുവാണേ. ഓക്കെ, അപ്പോൾ ഇനി ഇതൊന്ന് നല്ലോണം സെറ്റാവട്ടെ 2 മണിക്കൂർ. അപ്പോൾ ഇത് വീഡിയോ എല്ലാവരും കാണുക, കമൻറ്റൊക്കെ എഴുതി അയക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ. ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇടയ്ക്ക് കുറേ നാൾ വോയിസ് പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ ഇട്ടിരുന്നത്. അപ്പോൾ വീണ്ടും ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്, ശരിയായെന്നറിയില്ല. എന്നാലും ട്രൈ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഓക്കെ ആയിട്ടൊന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കാണുക കേട്ടോ. എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ഇതിന് മുന്നിട്ടൊക്കെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിപ്പോൾ നല്ല മാതിരി സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാമേ. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, പെർഫെക്റ്റായിട്ട്. ഇത് ഞാനിന്ന് ഇതാണ് നമ്മുടെ കഞ്ഞിവെള്ളം ഹൽവ.